ഇത്രയും വണ്ടികൾ വാങ്ങണം, അത് ഷൂട്ട് ചെയ്യണം, അത് പൊട്ടിക്കണം. അപ്പം അതിൻ്റെയൊക്കെ ഉള്ളൊരു ടെൻഷൻ. കാരണം ഇത് വിട്ടാലോ എന്ന് ഞാൻ പലതവണ ഷമീറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി. പക്ഷെ അവൻ എന്നെ കൊല്ലുമെന്ന് പറയുന്ന അവസ്ഥ വരെ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. തൃപ്തിയാണോ എന്നൊരു ചോദ്യം അവനോട് ചോദിക്കണം. ഈ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടില്ല. എന്തയച്ചു കൊടുത്താലും പോരാ 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 പോരാ, വീണ്ടും വീണ്ടും വേണം. പിന്നെ ഞാൻ അവൻ അയച്ചു കൊടുക്കണ്ടേ. വില്ലന് കൊടുത്ത ഗും എന്ന് പറയുന്ന അടിപൊളി ഗുമ്മായിരുന്നു. ആ ഷോട്ടുകൾ വെക്കുമ്പോൾ എന്തായിരുന്നു തലയ്ക്ക് ആലോചിച്ചുകൊണ്ടിരുന്നത്? ക്യാമറ പറന്നു പോകാതിരിക്കുന്നു, അതിനെക്കുറിച്ച് മാത്രം ഷൂട്ട് ചെയ്ത് ഒറിജിനൽ ശരിക്കും ഹെലികോപ്റ്ററിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കാറ്റും ഉണ്ട്. അപ്പൊ നമ്മള് 4-5 ക്യാമറകൾ പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കാത്ത ക്യാമറകളൊന്നും ഇല്ല. കൈ കിട്ടുന്ന എന്ത് ക്യാമറയും ഉപയോഗിക്കും, മൊബൈൽ ക്യാമറ വരെ ഉപയോഗിക്കും. അതുകൂടാണ്ട് നമുക്ക് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്ന ക്യാമറകളെല്ലാം ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും. 9-10 ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കുമ്പോൾ വില്ലന്മാരുടെ ടൂൾസ് എല്ലാം കൂടെ ഉയരുമ്പോൾ ആ ഷോട്ട് എങ്ങനെ പ്ലാൻ ചെയ്തത്? അത് സിംഗിൾ ഷോട്ടും ആണ്. ആ ഷോട്ടിൽ തന്നെ മമ്മൂക്ക അത് പിടിച്ചതാണ്. മമ്മൂക്കയുടെ സെപ്പറേറ്റ് ഇത് പിടിച്ചിട്ട് ഷോട്ട് എടുക്കാം, ബാക്കി CG ചെയ്യാമെന്ന് വിചാരിച്ചത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി അത് അതേ ഷോട്ടിൽ തന്നെ ആ ചുറ്റിക്ക് ക്യാച്ച് ചെയ്തു. ഞാനൊരു കാര്യം സമയത്ത് ക്ലിയർ ചെയ്തോട്ടെ. കാരണം ഒരുപാട് പേര് ഈ ഫേസ്ബുക്കിൽ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ ഫുള്ള് റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ്. നമ്മൾ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ റോബോട്ടാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ആട് 3. ഞാൻ ആട് 1 ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ്. ആട് 2 ഉറപ്പായിട്ടും കൊമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടി ബോക്സ് ഓഫീസിന് വേണ്ടി ചെയ്ത സിനിമയാണ്. ആട് 3 ബോക്സ് ഓഫീസിന് വേണ്ടി വരാൻ പോകുന്ന ഒരു വലിയ സിനിമ. അതിനകത്ത് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാവും. ഞാനവിടെ ഫസ്റ്റ് ഡേ ചെന്നപ്പം ആ ചേസ് എടുക്കാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വെച്ച് ഞാനാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു നടക്കില്ല. ഇവരൊക്കെ ആ സ്ഥലത്തൊക്കെ തമിഴ്നാട്ടിൽ കിടന്നിട്ട് ആ പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു നടക്കൂലെന്ന്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 4 ക്യാമറയും ഫീനിക്സ് പ്രൂവും വണ്ടികളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ആ ചേസ്. അതുകൊണ്ടാണ് അതിന് ക്വാളിറ്റി ഉള്ളത്. ടർബോയുടെ വിജയവിശേഷങ്ങളുമായിട്ട് ടീം ടർബോ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ശരിക്കും അതിൽ ആദ്യം പരിചയപ്പെടുത്തേണ്ട മനുഷ്യൻ എന്ന് പറയുന്നത് അരോമ മോഹൻ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. മോഹൻ ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പേര് കേട്ടിട്ടുണ്ടാവും. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചേട്ടനെ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വിഷ്ണു ശർമ്മ നമ്മുടെ കൂടെ ഉണ്ട്. മിഥുനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിഥുനാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പരിപാടി പിടിച്ചിരിക്കുന്നത്. വൈശാഖ് ഹിറ്റ് സംവിധായകൻ വൈശാഖ് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ. അതേപോലെ ഷമീർ മുഹമ്മദ് പ്രൊഡ്യൂസറാണ്, ഇതിൻ്റെ എഡിറ്ററും കൂടെയാണ്. ഹായ് ഷമീർ. അതേപോലെ ആർട്ട് ചെയ്തിട്ടുള്ളത് ഷാജി നടുവിൽ ആണ് ആർട്ട് ചെയ്തിട്ടുള്ളത്. ആർട്ടിലേക്ക് വരേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചില വിമർശനങ്ങളുണ്ട്. മിഥുൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാങ്കിങ്ങിന്റെ സംഭവങ്ങൾ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ശരിക്കും ത്രില്ലടിച്ചു തുടങ്ങിയത്. ഈ സാധനം കയറി കൊഴുക്കുന്ന ഒരു സമയമാണ് ആ സാധനം. അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടർ ശബരീഷിൻ്റെ ക്യാരക്ടർ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഞാൻ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ്ഡ് ആയി. ആ സ്ഥലം നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്കില്ലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ശരിക്കും അത് തന്നെയല്ലേ ത്രെഡ് പിടിച്ചത്? ഷമീറാണ് വൈശാഖിനെ പരിചയപ്പെടുന്നത്. ഞാൻ ഇവരുടെ കഥ പറയുമ്പം നമുക്കൊരു ഇഷ്യൂവിൻ്റെ കുറവുണ്ടായിരുന്നു. നമുക്ക് ജോസ് ഉണ്ട്, ജോസ് ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമുക്കൊരു ഒരു വില്ലനും അയാളുടെ പേർപ്പസും ഇതിനെ ഈ സിനിമയെ മൊത്തം താങ്ങി നിർത്താനൊരു ഇഷ്യൂ വേണം. അപ്പോൾ വൈശാഖേട്ടനാണ് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വാർത്തകൾ അങ്ങിങ്ങൊക്കെ ആയിട്ട് പുള്ളി വായിച്ച ഒരു ഓർമ്മ പുള്ളിക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ പിടിച്ചാലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വളരെ കാലിക പ്രസക്തമായൊരു വിഷയമാണ്. ഇപ്പോൾ അത് ടർബോയുടെ റിലീസിന് ശേഷം വലിയ വാർത്തയൊക്കെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വെട്രിവേൽ ഷൺമുഖസുന്ദരവും ഈ ഇഷ്യൂവും ടർബോയുടെ ആ മിസ്സിംഗ് പീസായിരുന്നത് വന്ന് ചേരുന്നത്. അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ബാക്കി വില്ലനെയും വില്ലൻ്റെ പേർപ്പസിനെയും ജോസും സുഹൃത്തുക്കളൊക്കെ ചെന്ന് വിടുന്ന ഇഷ്യൂ എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുത്തത്. അടിപൊളി. അതായിരുന്നു അതിൻ്റെ ശരിക്കുള്ള ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയം പറയുക. അതേപോലെ തന്നെയാണ് മിഥുൻ. മമ്മൂക്ക ഇന്നലെ ഞാൻ വൈശാഖിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ ഒരു സ്റ്റോറി പറയുന്നത് ടർബോ ജോസ് എങ്ങനെയാണ് ഇങ്ങനെയായെന്നുള്ള ഇമോഷണൽ കണക്ഷൻ തരുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വളരെ ഭംഗിയായിട്ട് ആ സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും സൈലൻസ് തിയേറ്ററിൽ ഉണ്ടാക്കുമെന്ന് മിഥുൻ വിചാരിച്ചിരുന്നോ? അല്ലെങ്കിൽ മിഥുൻ്റെ റൈറ്റിംഗ് സമയത്ത് മിഥുൻ മനസ്സിൽ കണ്ടതാണോ മമ്മൂക്ക ചെയ്തത്? ഞാൻ മനസ്സിൽ കണ്ടതല്ല പുള്ളി ചെയ്തത്, ഞങ്ങൾ എഴുതിയതുമല്ല അത്. പക്ഷേ അതിൻ്റെ വേറെ പുള്ളിക്ക് സാധ്യമാവുന്ന ഒരു ഡെറിവേറ്റീവാണ് പുള്ളി ചെയ്തത്. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റ് അതിൻ്റെ സെൻട്രൽ ഐഡിയ എടുത്തിട്ട് പുള്ളീൻ്റെ ഭാഷയിലേക്ക് അത് മാറ്റി പുള്ളി അത് ഡെലിവറി ചെയ്യണം. അത് എഴുതി വെച്ചപ്പോഴും നമുക്കതിനകത്തിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പീസായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ജോസിൻ്റെ വേർഷനാണ്
മമ്മൂക്ക ഇൻറ്റൻസ് ആയിട്ട് പറഞ്ഞത്. ഇതിൽ എനിക്ക് തന്ന സ്ക്രിപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ അതായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ കാരണം അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതെ, നമ്മൾ ഇത് കഴിയുമ്പോൾ ആ സീൻ കഴിയുമ്പോഴാണ് നമ്മൾ സൈലന്റ് ആയിരുന്നു എന്നുള്ള ഓർക്കുന്നത്. അതുവരെ നമ്മൾ ഏതോ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരുന്ന ആൾക്കാർ പല ആലോചനയിലിരുന്നു. പക്ഷെ അവിടെ നമ്മൾ കൂളായിട്ടിരുന്നിട്ട് നമ്മൾ കണക്ട് ആയല്ലോ എന്നുള്ളൊരു സാധനം ഇല്ലേ, ആ സാധനമായിരുന്നു. അത് വൈശാഖ് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വൈശാഖ് ഈ ഷമീർ പ്രേരിപ്പിച്ചിട്ടാണ് ചേസിങ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നതും ആഗ്രഹിച്ചിരുന്നു, ഞാൻ പറഞ്ഞല്ലോ മെട്രിക്സ് കാണുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ചേസിങ്. അടുത്ത പടത്തിൽ ഞാൻ കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നുണ്ട്, വൺ വേയിൽ തിരിച്ചു പോകുന്ന വണ്ടികൾ വേണം. ഇപ്പൊ ഈ ചേസിങ് ഷമീറാണ് പ്രേരിപ്പിച്ചത്. വൺ വേയിൽ ശരിക്കും വണ്ടികൾ വേണം ഞങ്ങൾക്ക് ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടുന്നില്ല. നമ്മൾ ഒറിജിനൽ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ രാത്രി 12:30 ശേഷമാണ് നമുക്ക് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ മോനേട്ടനൊക്കെ അവിടെ പോയി പല മാജിക്കുകളും കാണിച്ചിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർമിഷൻ കിട്ടിയതൊക്കെ ആ സമയത്ത്. അപ്പോൾ ആ ഒരു 6 മണിക്കാകുന്നവരെല്ലാം സമയമുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് വണ്ടികൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും വണ്ടികൾ അറേഞ്ച് ചെയ്ത്, പിന്നെ അത് റിസ്ക്കുമാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്ന സമയത്ത് അത്രയും പരിപാടികൾ ചെയ്യാൻ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഷമീറിനാണ് അപ്പൊ ഞങ്ങള് തുടങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും ആദ്യം ആഗ്രഹം, പിന്നെയാണല്ലോ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ. അപ്പോൾ മോനേട്ടനൊക്കെ വന്ന് ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ട് തലകറങ്ങി തുടങ്ങി. ഇത് വേണോ വേണ്ടയോ, കാരണം ഇത്രയും വണ്ടികൾ വാങ്ങണം, അത് ഷൂട്ട് ചെയ്യണം, അത് പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളൊരു ടെൻഷൻ. കാരണം ഇത് വിട്ടാലോ എന്ന് ഞാൻ പലതവണ ഷമീറിനടുത്ത് ചോദിച്ചു. പക്ഷെ അവൻ എന്നെ കൊല്ലുമെന്ന് പറയുന്ന അവസ്ഥ വരെ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളത് ഈ പറഞ്ഞ പോലെ ഒരു പ്രീ പ്ലാൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞത് ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അല്ല, നമ്മള് മൊത്തത്തിലേ 4 മാസം ഇത് ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങൾ 4 ദിവസം ഷൂട്ട് ചെയ്തിട്ടു. ഇത് മാത്രം അത് ആ നൈറ്റ് പരിപാടികൾ മാത്രം പറ്റുന്നത് കൊണ്ടേ ആ സമയത്ത് ഒരു 3 നൈറ്റിലെ ഒരു 12:30 to 6 3.5 നൈറ്റ് എടുത്തുണ്ടാവും. ബിന്ദു പണിക്കർ വണ്ടികൾ മാത്രം സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. വണ്ടികൾ ഭയങ്കര പേടിച്ചു രാത്രി. ചേച്ചി ഇരുന്നിട്ട് വണ്ടി പോയി ഇടിച്ചു. പിന്നെ ഈ മൊത്തം ഓട്ടവും വട്ടം കിറക്കലൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരത്തേക്ക് നോർമൽ വണ്ടിയിൽ പോകാൻ പേടിയുള്ള ആളാണ്. സാധാരണ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയിൽ ടെൻഷനാണ് പുള്ളിക്ക്. അപ്പോൾ ഈ ഹൈ സ്പീഡ് സ്കിഡിങ്ങുകൾ ടേണിങ്ങുകൾ പരിപാടികളൊക്കെ ആയപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് ഒക്കെ ആരോഗ്യരുത്തും. അത് കഴിഞ്ഞ് കുറേ നേരം തലകർക്കം മാറുമ്പോൾ വീണ്ടും തിരിച്ചുകൊണ്ടിരുത്തും. അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയില്ല ഷൂട്ട് ചെയ്ത്. അടിപൊളിയായിരുന്നു. എഡിറ്റ് ചെയ്തതിൽ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ ഗുമ്മായിരുന്നു സാധനം. പിന്നെ പാർക്ക് ചെയ്യുന്നത് ഞാൻ ഇന്നലെ വൈശാഖിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്യുന്ന നമ്മുടെ സിനിമകൾ നമ്മളിങ്ങനെ പാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നല്ലൊരു പാർക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നൊരു സാധനമില്ലേ. ഇത് നമ്മുടെ സിനിമയിൽ വന്നെന്ന് പറയുന്ന ഒരു പ്രൗഡുണ്ട്, ഒരു സാധനമുണ്ട്. എന്തായാലും നിങ്ങൾ വാശി പിടിച്ചത് നന്നായി. അതിൽ ചില കട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അനിയത്തി കുട്ടിയായിട്ട് അഭിനയിച്ച ആൾ ഗ്ലാസ്സിലൂടെ സൈഡ് വിൻഡോയിലൂടെ നോക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഷോട്ടാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തപ്പോഴാണ് ആ ഷോട്ടിൻ്റെ ബ്യൂട്ടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഈ എഡിറ്റർ കൊള്ളാലോ, ഷമീർ എന്തായാലും അത് ചെയ്തല്ലോ എന്നുള്ളൊരു ഇതില്ലേ. എങ്ങനെയായിരുന്നു ഇത് അവസാനം വരെ ഈ ഷോട്ടൊക്കെ തൃപ്തിയായിരുന്നോ? എങ്ങനെയായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു തീരുന്നവരെ ലൊക്കേഷനിൽ. അവിടെ തന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രേരിപ്പിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തൃപ്തിയാണോ എന്നൊരു ചോദ്യം അവനോട് ചോദിക്കണം. ഈ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടില്ല. എന്തയച്ചു കൊടുത്താലും പോരാ വീണ്ടും വേണം. പിന്നെ ഞാൻ അവൻ അയച്ചു കൊടുക്കണ്ടേ. ഞാൻ ഫോട്ടോ എടുത്തോട്ട് നിന്റെ കൈ ഞാൻ വിട്ടു, ഇനി അവൻ അയച്ചു കൊടുത്തു ഭീഷണിപ്പെടുത്തി. കാരണം സമാധാനം തരില്ല. നമ്മൾ അടുത്ത ഷോട്ട് എടുത്ത് വിളിച്ചിട്ട് അതെ 4 ഷോട്ട് കൂടെ അവിടെ നിന്ന് വേണം, 4 ഷോട്ട് കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് വൈശാഖ് പറഞ്ഞാണ് ഒഴിവാക്കിയത്, ചില ഷോട്ട്സ് ഒക്കെ ഒഴിവാക്കിയത് എങ്ങനെ? ഷമീറിന്റെ ഇഷ്ടപ്രകാരം ഒഴിവാക്കിയതാണോ അത് വൈശാഖ് ലെങ്ത് കൂടി പോയി? ഞങ്ങൾ 3 പേരും ഡിസ്കസ് ചെയ്യും. ഈ അതായത് നമ്മളൊരു സാധനത്തെ ഒഴിവാക്കുകയാണെങ്കിൽ ട്രിം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്കാണെങ്കിൽ ഞങ്ങൾ 3 ഒരു സോങ് ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു ഫുൾ സോങ് ഉണ്ടായിരുന്നു. ആ സോങ് ഉപയോഗിച്ചിട്ടില്ല. അതൊരു പിന്നെ നമ്മൾ ഈ പറയാവുന്ന പോലെ ഒരു ക്ലബ് സോങ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ സോങ് ഉണ്ടായിരുന്നു. ആ സോങ് ഉപയോഗിച്ചില്ല. ഈ പറഞ്ഞ പോലെ രാജ്ബി ഷെട്ടിയുടെ ഒരു മനോഹരമായ സീൻ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ടില്ല. മമ്മൂക്കയുടെ 2-3 സീനുകൾ. നമ്മൾ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പം നമുക്കിതെല്ലാം ഇഷ്ടപ്പെട്ടതാണ്. കുഞ്ഞു മൊത്തത്തിൽ ടൈം ലൈനിലിട്ട് നോക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റ്നസ് കളയാതെ
ടെമ്പോ പോകാതെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുമല്ലോ. ആ സമയം ഞങ്ങൾ 3 പേരൂടെ ഇരുന്ന് ഓരോന്ന് കളയുമ്പോൾ ഓരോരുത്തർക്കും ഞങ്ങളൊരു ഭൂരിപക്ഷ തീരുമാനത്തിൽ വിടും. പക്ഷെ നിങ്ങളുടെ ഒരു തീരുമാനം രാജ്ബി ഷെട്ടിയുടെ പവർ കുറച്ചു എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. അല്ല അത് ഉണ്ടെങ്കിൽ കുറയായിരുന്നു. ആണോ? അതുകൊണ്ടല്ല, അതൊരു ഇമോഷണൽ കഥയാണ്. എന്തുകൊണ്ട് അയാളത് ചെയ്യുന്നു, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നതിൻ്റെ റീസൺ പറയുന്നത് ഇമോഷണൽ കഥയാണ്. അപ്പോൾ അതൊരു ഇമോഷണൽ കഥ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അങ്ങനെയല്ലേ അത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻട്രോ സീനിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു പരിപാടി തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഈ വില്ലനിസം ഡൗൺ ആയി പോകുമോ എന്ന് പറയുന്ന ഭയം ഞങ്ങൾക്ക് വന്നു. അപ്പോൾ അത് ഞങ്ങൾ 3 പേര് ഡിസ്കസ് ചെയ്തു. അതിൽ ഞങ്ങളുടെ 3 വോട്ടിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭൂരിപക്ഷം കിട്ടി. മിഥുൻ അതിന് എഗൻസ്റ്റ് ആയിരുന്നു. അല്ല, അത് വില്ലൻ്റെ പേർപ്പസ് പറയുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ പ്ലേസ്മെൻ്റ് ആയിരുന്നു പ്രശ്നം. അപ്പോൾ അവിടെ അയാളൊരു 2-3 മിനിറ്റ് ഇപ്പോൾ ജോസ് കഥ പറയുന്നത് പോലത്തെ ഒരു ഏരിയ അവിടെ വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ പടത്തിൻ്റെ ആ വേഗതേനെ ബാധിക്കുമെന്നൊരു ആശങ്ക വന്നു. അതിന് സിനിമയിൽ അങ്ങനെയാണല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചില തീരുമാനങ്ങൾ, നമുക്ക് നിർണായകമായ തീരുമാനങ്ങൾ, ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ എടുക്കേണ്ടി വന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്ന അടുത്ത സോങ്, 2ാമത്തെ സോങ് എന്ന് പറയുന്നത് മിഥുന് ആവശ്യപ്രകാരമാണ് ഡിലീറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തു. അത് വേണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഇനി വേണമെങ്കിൽ രണ്ടും കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞല്ലോ, ഇനി വേണമെങ്കിൽ തീർച്ചയായിട്ടും OTT റിലീസിലൊക്കെ നമുക്ക് എഡിറ്റിംഗ് ടൈമിലേക്ക് ഇടാൻ താല്പര്യമില്ല. അതല്ലാതെ ഒരു ഡിലീറ്റഡ് സീൻസ് ആയിട്ട് വേണമെങ്കിൽ വേറെ അത് നല്ല ഐഡിയ ആണ്. നമുക്ക് അതും കൂടെ ചേർത്ത് വെച്ചൊന്ന് കണ്ടു നോക്കാം. വിഷ്ണുവിലേക്ക് വരുമ്പോൾ ഇവര് പല കാര്യത്തിലും വാശി പിടിക്കും, അതൊക്കെ എടുത്തു കൊടുക്കണം. ഞാൻ അതിന് മുമ്പ് ഒരു സാധനം ചോദിച്ചോട്ടെ. തലകീഴായി തൂങ്ങി നിൽക്കുന്നത് തലകീഴായി തന്നെ വെക്കാം, 360 കറങ്ങി വരാം എന്നുള്ളത് ശരിക്കും എന്തെങ്കിലും അർത്ഥം ഉൾക്കൊള്ളണമാണോ എന്ന് വെച്ചാൽ തലകീഴായി മറിക്കുന്ന ഒരു സംഭവമാണത്. അതല്ല, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു തരത്തിൽ കാണുക. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ വെച്ചത്? അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെന്ന് പറയുമ്പോൾ അത് ഒരു ഗ്രാമറായിട്ട് സിനിമയുടെ നെറേറ്റീവിന് ഒരു ഗ്രാമർ ഇത് ചെയ്യാന്നുള്ള ഷമിയുടെ നിർബന്ധമായിരുന്നത്. ആ ഷോട്ടുകൾ ഈ പറയുന്ന ഇവര് കൊല്ലുന്ന ക്യാരക്ടർ 3 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് എല്ലായിടത്തും ഇതേ ഷോട്ടിന്റെ ആ ഗ്രാമർ സിമിലർ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് അത് ബോധപൂർവം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് നല്ലതാണ്. പിന്നെ ഹെലികോപ്റ്റർ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വില്ലൻ്റെ രംഗപ്രവേശവും സാധനങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. വില്ലനോട് ഗും എന്ന് പറയുന്ന അടിപൊളി ഗുമ്മായിരുന്നു. കാരണം ആ മനുഷ്യന് അത് തന്നെ കൊടുക്കണം, അസാധ്യ ആക്ടറാണ്. അപ്പോൾ ആ ഷോട്ടുകൾ വെക്കുമ്പോൾ എന്തായിരുന്നു തലയ്ക്കകത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഇവരെല്ലാവരെയും കൺവിൻസ് ചെയ്യണ്ടേ? ക്യാമറ പറന്നു പോയിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രം ഷൂട്ട് ചെയ്ത് ഒറിജിനൽ ശരിക്കും ഹെലികോപ്റ്ററിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കാറ്റും ഇതുണ്ട്. അപ്പൊ നമ്മള് 4-5 ക്യാമറകൾ പല സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഗുമ്മ് എന്ന് പറയുന്ന സാധനം അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു എൻവയോൺമെന്റിലെ അല്ലാതെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പിന്നെ അതിന്റെ എന്തൊക്കെ ഷോട്ടുകൾ വേണമെന്നുള്ളതും ഇതൊക്കെ മുമ്പേ വിശാഖത്തിൽ തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോ കൃത്യമായിട്ട് ഏതൊക്കെ ആംഗിളിൽ വേണമെന്നും കൃത്യമായിട്ട് കിട്ടേണ്ട ഷോട്ടുകളും കിട്ടിയ KKPP ആയിട്ടുള്ള ഷോട്ടുകളും ഒക്കെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഈ പറഞ്ഞ ഗുമ്മുള്ള എൻട്രി ആയിട്ട് നിൽക്കുന്നത്. ഇതിൽ ഉപയോഗിക്കാത്ത ക്യാമറകളൊന്നും ഇല്ല. കൈ കിട്ടുന്ന എന്ത് ക്യാമറയും ഉപയോഗിക്കും, മൊബൈൽ ക്യാമറ വരെ ഉപയോഗിക്കാം. അതുകൂടാണ്ട് നമുക്ക് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ടിരുന്ന ക്യാമറകളെല്ലാം ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും. 9-10 ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളി. ഈ ഇടിച്ചില്ലേ, നമുക്ക് ഇടിക്കുമ്പോൾ സാധനങ്ങളെല്ലാം കൂടെ വില്ലന്മാരുടെ ടൂൾസ് എല്ലാം കൂടെ ഉയരുമ്പോൾ ആ ഷോട്ട് എങ്ങനെ പ്ലാൻ ചെയ്തത്? അത് ശരിക്കും എന്തായിരുന്നു എന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ളൊരു സാധനമാണ്. മിക്സ് ആണ്. കുറച്ച് CGI ഉണ്ട്, അതേപോലെ തന്നെ അതില് മറ്റേ ഇല്ല, പുള്ളി ചോദിക്കുന്നത് ഇല്ല, അത് സിംഗിൾ ഷോട്ടും ആണ്. ആ ഷോട്ടിൽ തന്നെ നമുക്ക് അത് പിടിച്ചതുമാണ്. ഞങ്ങൾ വിചാരിച്ചത് നമ്മൾ ആദ്യം ഒരു ലെയർ എടുക്കുന്നു, അതിനുശേഷം മമ്മൂക്കയുടെ സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഷോട്ട് എടുക്കാം, നമുക്ക് CG ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് കൃത്യമായിട്ടും അത് ഇടിക്കുന്ന സമയത്ത് നമ്മൾ അത് പൊക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് എയറിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇടിക്കുന്ന എയറിലേക്ക് പോകുന്നു. അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി അത് അതേ ഷോട്ടിൽ തന്നെ ആ ചുറ്റിക്ക് ക്യാച്ച് ചെയ്തു. അത് വെച്ച് ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയോ അത് സംഭവിച്ചതാണ്. ഒരു മിറാക്കിൾ പോലെ സംഭവിച്ചതാണ്. അപ്പോൾ പിന്നെ അത് ആ സിംഗിൾ ഷോട്ടായിട്ട് CG ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയത്. അടിപൊളി. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വെച്ചു കൊടുത്തത് നിങ്ങളാണോ? എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചേക്കാം? ഫുൾ സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടി. അപ്പം നമുക്കത്
ഈ പറഞ്ഞ CG ആദ്യം 2 ലെയർ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം തന്നെ ചീത്ത വെക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ CG-യോട് അധികം വലിയ താല്പര്യമില്ലാതായതുകൊണ്ട് നമ്മൾ അതെന്ന് വെച്ചാൽ ഫ്രെയിം അടിച്ചിട്ട് അതേ ടേബിളിൽ അതേ വലിയ ഫ്രെയിം അടിച്ച് മെഷ് വെച്ച് അതിൽ ഓരോന്ന് ഗ്യാപ്പിട്ട് കെട്ടി നൂലിൽ കെട്ടി നോക്കി ഒരേ ടൈം ആ ഇടിക്കുന്ന സമയത്ത് നമ്മൾ പൊക്കി ക്യാമറ ഔട്ട് നിന്നിട്ട് കറക്റ്റ് ഈ പറഞ്ഞ പോലെ കറക്റ്റ് നന്നായിട്ട് വന്നു, അടിപൊളി. അതുകൊണ്ട് നല്ലൊരു ഷോട്ട് വന്നു. ചേട്ടാ, ഇതൊക്കെ പറയുമ്പോഴും ഇവരൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. നമ്മൾ സിനിമയെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ സമയത്ത് ഇവരെല്ലാവരും മര്യാദക്കാരായിരുന്നോ? നല്ല കുട്ടികളാണോ? ആദ്യം പറയാൻ ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും കഴിയില്ല. ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിലവിലുണ്ട്, നിലവിലുള്ളവരാ അവര്. പിന്നെ മര്യാദ ആണോന്ന് വെച്ചാൽ മര്യാദയുടെ അങ്ങേയറ്റമാണെന്ന് വേണമെങ്കിൽ പറയാൻ വെച്ചാൽ ഇത്രയും അവരൊക്കെ സിനിമ മാത്രമേ ഉള്ളൂ, മറ്റു ചിന്തകളൊന്നുമില്ല. മറ്റു വീട്ടിലെ കാര്യം അറിയണ്ട, മറ്റു കാര്യങ്ങൾ അറിയണ്ട, ഒന്ന് സിനിമ ഇത് മാത്രമേ ഉള്ളൂ. അത്രയും ഇൻവോൾവ്മെന്റോട് വർക്ക് ചെയ്തവരുടെ എല്ലാ ടെക്നീഷ്യനും ഇതിനകത്ത് ഡയറക്ടർ മുതൽ താഴെ അറ്റം വരെയുള്ള എല്ലാ ടെക്നീഷ്യനും. ചേട്ടൻ സിനിമ മാറുന്ന ഒരുപാട് കണ്ടതാ. അപ്പോൾ എനിക്ക് തോന്നുന്നു നസീറിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാ ഈ സിനിമ പരിപാടി എന്ന് പറയുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കള്ളൻ പൗത്രനായിരുന്നു സ്വതന്ത്രമായി ചെയ്ത സിനിമ. അതിനുശേഷം ഇന്ന് വരെ വന്ന് നിൽക്കുന്ന സിനിമ ഇതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇത്രയും വർഷം നിൽക്കുക എന്ന് പറയുന്നത് പാടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റഡ് ആവണം. ഈ സിനിമയെ നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇതൊരു സന്തോഷമുള്ളൊരു സമയം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിനിമയുടെ പോക്കിൽ ഭയങ്കര സന്തോഷമില്ലേ? 100%. ഞാനൊരു 2-3 തലമുറയുടെ വ്യത്യാസത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ 1982 PG വിശ്വപ്രസാദ് ഡയറക്റ്റ് ചെയ്ത ഒരു തിര പിന്നെയും തിര എന്ന പടത്തിലാണ് നസീർ സാർ മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അന്നുതൊട്ട് ഇന്ന് വരെ ഏകദേശം 42 വർഷത്തോളം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ നിന്നു പോവുക എന്ന് പറയുന്നത് തന്നെ ദൈവഭാഗ്യമായിട്ടും കരുതുന്നു. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേഷൻ വരുമ്പോൾ നമ്മളും സ്വാഭാവികമായും അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താണ് ഇതുവരെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു വലിയ സിനിമ ഉൾപ്പെടെ ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക്. പക്ഷെ മമ്മൂക്ക ഇത്രയും കാലം കൊണ്ട് കാണുന്നുണ്ട്, പലരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരനും പൃഥ്വിരാജും ഇങ്ങനെ ഒരുപാട് കോമ്പോസ് ഏതായെന്ന് വെച്ചാൽ പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടവും ഒക്കെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ മമ്മൂക്കയുടെ ഒരു ജേണി ഉണ്ടല്ലോ, ഇത്രയും കാലത്തെ ജേണി ചേട്ടൻ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം എന്താ ഒരു പ്രൗഡ് മൊമെന്റ് എന്താണ്? അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 42 വർഷത്തിന് മുമ്പ് ചെയ്ത സിനിമ ചെയ്തെങ്കിൽ ഇപ്പോഴും അദ്ദേഹമായി സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ക്ലിയർ അല്ലേ? ഒരാളുടെ ഒരു ദിവസം പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല മറ്റൊരാളുമായിട്ട്. ആ കാലഘട്ടത്തിൽ 42 വർഷമായി ബന്ധം നിലനിൽക്കണമെങ്കിൽ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അടിപൊളി. നമുക്ക് ടർബോയിലേക്ക് തിരിച്ചു വന്നാൽ ഈ വില്ലൻ ആണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നമ്മുടെ. കാരണം എന്ന് വെച്ചാൽ വില്ലനെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംസാരിക്കും. കാരണം രാജീവ് ഷെട്ടി എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ആക്ടറാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഗുമ്മായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഡെസ്കിൻ്റെ മീതൊക്കെ കയറിയിരിക്കുന്ന സീനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വില്ലന്മാർ കാണാൻ പറ്റില്ല. ആ എക്സെൻട്രിസിറ്റി ഇല്ലേ, ആ എക്സെൻട്രിസിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് വൈശാഖിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ വിശ്വസിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിൽ തന്നെ നമ്മളതിൻ്റെ ഒരു മീഡിയം വേർഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല ചാടിയിരിക്കുന്ന ഷോട്ട് തന്നെ നമ്മളെ 2-3 ഷോട്ട്സ് കണ്ടായി. ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ചാടിയിരുന്ന ഷോട്ടുകൾ. അപ്പോൾ നമ്മളൊരു മീഡിയം പരിപാടി പിടിക്കാമെന്നുള്ള ലൈനിലാണ് പുള്ളിയുടെ ഒരു പെർഫോമൻസ് പോയിരിക്കുന്നത്. നമ്മൾക്ക് തുടക്കം മുതലുള്ള ഞങ്ങളുടെ തീരുമാനമാണ് ഈ വില്ലൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സിനിമയിൽ എത്രത്തോളം വില്ലനെ വളർത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ അയാളുടെ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിലും അയാളുടെ വണ്ടികളിൽ അയാൾ വരുന്ന രീതി, അയാൾക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആംബിയൻസ്, അയാളുടെ ചുറ്റും ഉള്ള ഗ്രൂപ്പ്, അതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ടല്ലോ. ആ പവറിൽ നിന്നാണ് അയാളെന്ന് പറയുന്ന ഒരു പവർ ഉണ്ടായി വരുന്നത്. അയാളൊരു സിൻഡിക്കേറ്റിൻ്റെ ആളാണെന്ന് പറഞ്ഞ തോന്നൽ ഉണ്ടായി വരണം. അപ്പോൾ അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അതിൻ്റെ ഒരു സപ്പോർട്ട് വന്ന സമയത്ത് ഇപ്പോൾ രാജു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുമിച്ച് നിന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ പുള്ളിക്കുണ്ടായിരുന്നു. അതൊരു ഷോട്ടിൻ്റെ എക്സിക്യൂഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ അയാൾ വെട്രുവേൽ ഷൺമുഖസുന്ദരം എന്ന് പറയുന്നതിനൊരു ഓറ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഈ ബിന്ദു പണിക്കരുടെ അഭിനയം പ്രത്യേകം പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഒരു ലെജൻഡ് മമ്മൂക്ക, നമ്മളിത് അഭിപ്രായം പറയേണ്ട കാര്യമില്ലാത്ത ഒരാളാണ്. ബിന്ദു പണിക്കർ ഇപ്പം കുറേ സിനിമകളിലായിട്ട് പെർഫോം ചെയ്യുന്നത് ഹൈ പെർഫോമൻസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ചെറിയ റോൾസ് ആണെങ്കിൽ പോലും
ഒരു എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നൊരു ടൈമിലൂടെ പോകുന്നത്. ആ ആർട്ടിസ്റ്റിനെ പ്രത്യേകം ഒന്ന് വിലയിരുത്തിയാൽ വൈശാഖ് എങ്ങനെയായിരിക്കും വിലയിരുത്തുക? ബിന്ദു ചേച്ചിയായിട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പടത്തിലാണ്. പോക്കിരി രാജയിൽ തന്നെ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിത് ചേച്ചി അല്ലായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പെട്ടെന്ന് ഒരു ഷൂട്ടിങ്ങിന് 2-3 ദിവസം മുമ്പാണ് ചേച്ചിയിലേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത് മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് വിഷ്വലി ബിലീവ് ചെയ്യണം. പെർഫോമൻസിൽ ഓഫ് കോഴ്സ് ചേച്ചി നല്ല പെർഫോമറാണ്. ഏത് സാഹചര്യത്തെയും ഏത് തരത്തിലുള്ള സീനുകളെയും കൈകാര്യം ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ളൊരു നല്ല ആക്ട്രസ്സാണ്. പക്ഷെ ഇത് വിഷ്വലി ഫീൽ ചെയ്യണമല്ലോ കാഴ്ചയിൽ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് ആദ്യത്തെ ഒരു 2-3 ദിവസം നമ്മളെ ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മേക്കപ്പ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി. അപ്പോൾ 2-3 വേർഷൻസൊക്കെ ഒന്നും നമുക്ക് സെറ്റായില്ല. അങ്ങനെ ഒരു ലാസ്റ്റാണ് ഈ പറഞ്ഞ ഒരു പല്ല് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഏജ് എങ്ങനെ ഫീൽ ചെയ്യിക്കാം എന്നുള്ളൊരു തരത്തിലേക്ക് വന്നു. പിന്നെ വലിയ ആക്ട്രസ് ആയതുകൊണ്ട് അത് നാച്ചുറലി സ്വാഭാവികമായി അത് ഡെലിവർ ചെയ്യാൻ പുള്ളിക്കാരത്തേക്ക് പറ്റി. അത് വിശ്വസനീയമായി നമുക്ക് കാണുമ്പോൾ അറിയാം. നമുക്ക് തന്നെ കാണുമ്പോൾ ചേച്ചി നടന്നു വരുമ്പോൾ പ്രായമായ ഒരാൾ നടന്നു വരുന്നത് പോലെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് ഷൂട്ടിങ്ങിൽ തന്നെ ഫീൽ ചെയ്തായിരുന്നു. അത് അങ്ങനെ പുള്ളിക്കാരത്തേക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റി. ആ ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് കാർട്ടൂൺസിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ ഇപ്പം ടോം ആൻഡ് ജെറിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഓഗിയോ അങ്ങനെയൊക്കെ പറയുന്ന കാർട്ടൂൺസിനെ കുറിച്ച് എനിക്ക് പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു സമയത്ത് മിഥുൻ ആ ഡയലോഗ്സിൽ വരെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ 5 ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ആ ഡയലോഗ് വരെ ആൾക്കാരെ ചിരിപ്പിക്കുന്നത് പുതുമയുള്ളതുകൊണ്ടാണ്. ആ പുതുമ ഒരു റൈറ്ററുടെ പുതിയ കാലഘട്ടത്തിൻ്റെ അപ്ഡേഷനാണ്. അത് എത്രത്തോളം ബുദ്ധിപരമായി ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമകൾ നിരന്തരം കാണുന്ന പ്രായമുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് ഇപ്പം വീട്ടിലൊക്കെ മമ്മിയാണ് വെറുതെ ഇങ്ങനെ റീലുകളും ഷോർട്ടീസും ഒക്കെ വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരി. റീലുകൾ കാണുന്ന വീഡിയോ സ്റ്റോറീസൊക്കെ ഇടാൻ താല്പര്യമുള്ള, അതോടൊപ്പം തന്നെ കോമിക്സ് കാണുന്ന, കാർട്ടൂണും കോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്ന ഒരു എന്താ പറയുക, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ അവസാനത്തെ ഡയലോഗിലേക്ക് കയറിയപ്പോഴത്തേക്കും അതിന് തിയേറ്ററിൽ കൈയടി വന്നത്. അത് കഥ പറയുമ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചൊരു ഡയലോഗായിരുന്നു. ആ ചിരി സ്ക്രീനിലും കിട്ടി. കാരണം വളരെ സീരിയസ് സിറ്റുവേഷനിലാണ് പുള്ളിക്കാരി അത് പറയുന്നത്. അപ്പോഴും പാവം ജോസിനൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ജോസ് പുള്ളിക്കാരിൻ്റെ അത്രയും അപ്ഡേറ്റഡ് അല്ല. അടുത്തിരുന്നാളാണ് ജോസിനെ സഹായിച്ചു കൊടുക്കുന്നത്. അതാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം നമ്മൾ നോർമൽ ഒരു സീരിയൽ അഡിക്റ്റോ അല്ലെങ്കിൽ സിനിമ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളിൻ്റെ ഒരു കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വേർഷൻ. അതുപോലെ ജോസിനെ ശരിക്കും സാധാരണക്കാരനായിട്ട് അവസാനം വരെ ലീഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. കാരണം ഒരു സ്ഥലത്തും ഒരു സ്റ്റാർഡമിൻ്റെ കാര്യങ്ങൾ നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിക്കുമ്പോഴും ക്യാരക്ടറിന് ഉപയോഗിച്ചിട്ടില്ല. അത് മമ്മൂക്ക എന്ന് പറയുമ്പോൾ സ്റ്റാർഡം തന്നെ വരും. പക്ഷേ ക്യാരക്ടറിന് അത് വേണ്ട, അത് സ്റ്റാർഡം തന്നെ മതി നമുക്ക് വിജയിക്കാൻ. അപ്പോൾ അത് ആ ഒരു തീരുമാനം എടുക്കുന്നത് ഭയങ്കര ഒരു ഡിസിഷനാണ്. അതെങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലെടുത്തത്? നമ്മളതിൻ്റെ എൻട്രി തന്നെ വളരെ ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഭയങ്കര മാഗ്നിറ്റ്യൂഡുള്ള ഒരു മാസ് എൻട്രി എന്നുള്ളതാണല്ലോ ഒരു മാസ് പടങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ആ എൻട്രി തന്നെ വളരെ സാധാരണമാക്കിയപ്പോഴത്തേക്കുമാണ് നിങ്ങൾ ഈ പറയുന്ന ആ ഒരു മാനം കൈമാറുന്നത്. ഒരു ജോസ്, ജോസിൻ്റെ ഒരു അമ്മയും. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. അപ്പം ഇപ്പോൾ വൈശാഖിൻ്റെ ഒരു സിനിമയിൽ നിന്നും എക്സ്പെക്റ്റഡ് ആണ് നായക കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഒരു മാസ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്കൊരു ജോസിനെ കാണിച്ചു തുടങ്ങാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യം ഒരു ജോസിനെ കാണിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനം. ആ തീരുമാനം നല്ല തീരുമാനമാണ്. ഇനിയും ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തണം. ഷമീർ ഓസ്ലർ ചെയ്യുന്ന സമയത്ത്, മിഥുൻ്റെ കൂടെ ഓസ്ലർ ചെയ്യുന്ന ആ സിനിമയിൽ ഒരു കട്ടുണ്ട്. ആ ബസ് വന്നിട്ട് ഇടിക്കുന്ന ഒരു സാധനമാണല്ലേ, അത് ഭയങ്കര രസമായിട്ട് ഒരു മാജിക് ഉണ്ട്. അതിനകത്തൊരു ആർട്ടുണ്ട്, എഡിറ്റിൻ്റെ ഒരു ആർട്ടുണ്ട്. അത് ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്തവരെ കാണിക്കുമല്ലോ. അപ്പം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഷമീറിനൊരു ധാരണ ഉണ്ടാവുമല്ലോ. അത് റീ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതെ ആ കട്ട് ഫസ്റ്റ് കട്ട് തന്നെ ഉപയോഗിക്കുകയാണോ ചെയ്തത്? അല്ല, അതിൻ്റെ വേറെ പ്ലാൻ അല്ലായിരുന്നു. ഞാൻ ഒരു ദിവസം അതിൻ്റെ ഓർഡർ മാറ്റിയിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ഫസ്റ്റ് റഫായിട്ട് ഇങ്ങനെ കോംബ് ചെയ്തിട്ട് കണ്ടപ്പോൾ ഇതെന്ന് പറഞ്ഞത് വർക്കൗട്ട് ആ രീതിയിൽ തന്നെ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ചതാണ്, തണ്ണീർമത്ത ദിനങ്ങൾ പോലെയുള്ള ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് ജോണൊക്കെ ഉള്ള ഒരു സർക്കിൾ ആയതുകൊണ്ടാണോ തീരുമാനിച്ചത്? എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ ആ കഥ കേട്ടപ്പോൾ കുറേ ചിരിച്ചു. അതിൻ്റെ പകുതി ഓഡിയൻസ് ചിരിച്ചു കഴിഞ്ഞാൽ പടം ഹിറ്റാവുന്നു മനസ്സിലായി. അതേപോലെ തന്നെ ജോമോനും ചിരിച്ചു. ആ ഒറ്റ ഇതിൽ ഞങ്ങൾ ഇറങ്ങിയത്.
അതുപോലെ തന്നെ ആയി. അതടിപൊളി. ഈ ആർട്ടിലൊരു വിമർശനം വന്നതെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തല്ല, അതിൻ്റെ ഉള്ളിൽ മീൻ കട്ട് ചെയ്യുന്ന ഫാക്ടറി ഇല്ല. ആ ഫാക്ടറിക്കുള്ളിൽ ചില സംഗതികൾ ചെയ്തത് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. റിവ്യൂസ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത്രയും പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. എന്തെങ്കിലും ലിമിറ്റേഷൻ ആണോ? എന്താണത് അങ്ങനെ ഒരു വിമർശനം? എന്താ പ്രശ്നം തോന്നി എന്തായിരുന്നു പറഞ്ഞത്? അത് അതിനകത്തെന്ന് പറഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്തില്ല എന്നാണ്. ചൂര ആണല്ലോ, മത്സ്യം ഇല്ലേ, ആ മത്സ്യം അത് ചില സ്ഥലത്ത്. അത് എനിക്ക് തോന്നുന്നത് ഒന്നാമത് ഇങ്ങനെയുള്ള ചൂരകൾ നമ്മൾ കേരളത്തിലെ ആരും കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള ഒറ്റ വിഷയം ഒന്നാമത്തെ കാര്യം അതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഫാക്ടറി നമുക്കിവിടെ നമ്മളെ ഈ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെ ഫാക്ടറി ഇല്ല. നമ്മൾ കണ്ടിട്ടുള്ള ഫാക്ടറികൾ മൊത്തം ഈ തുരുമ്പൊഴുകി ഡള്ളാക്കി അവിടെ ഇവിടെയും ചേർ ഒഴുകുന്ന ഭയങ്കര അങ്ങനെ ഡയറ്റി ആയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത് ആക്ച്വലി ഹൈജീൻ ആയിട്ടുള്ള ഒരു, ഞാൻ അതിന്റെ ഒറിജിനൽ പോയി കണ്ട് ഭയങ്കര ഹൈജീൻ ആയിരിക്കും. കാരണം ഫുഡ് വളരെ ക്ലീൻ ആയിരിക്കും, ഭയങ്കര വൃത്തിയായിരിക്കും. അപ്പം നമ്മൾ ആ രീതിയിലാണ് അത് നമുക്ക് ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ആശയം ഞാൻ ഡയറക്ടറോട് എപ്പോഴും പറയുന്നു, നമ്മൾ എല്ലാവരും പറഞ്ഞു. കാരണം ഇത് എങ്ങനെ ആൾക്കാർ എടുക്കും നമുക്കറിയില്ല, നമ്മളിവിടെ കണ്ട് ശീലമില്ലാത്തതിന്റെ ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ ഫ്രോസൺ ആണ് ഇത് ട്യൂണ. ഫ്രോസൺ ട്യൂണ വെച്ചിട്ടാണ് അത് ഇമ്പോർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഫ്രോസൺ ട്യൂണയാണ് പ്രോസസ്സ് ചെയ്ത് ഫുഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുക. അപ്പൊ അത് എപ്പോഴും അങ്ങനെ ഒരു ഫ്രോസൺ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ആൾക്കാർ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് ആയിരിക്കും പറയുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇത് ഫ്രീസറിൽ നിന്നിട്ട് ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന സാധനമായിരിക്കും ആക്ച്വലി ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് പരിചയമില്ല, അത് മുമ്പ് കണ്ട് പരിചയമില്ല. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ ഒരു സാധനമല്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടില്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള വിഷയമാണ്. അല്ലെ, സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചോദിച്ചാൽ എനിക്ക് ഇതിനെ കൊടൂര വില്ലനെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം രാജ്ബി ഷെട്ടിയെ കൊണ്ടുവരുമ്പോൾ ഒരു കൊടൂര വില്ലൻ വേണമെന്നുള്ളതായിരുന്നു അവരുടെ മനസ്സിനകത്ത്. ഈ എഴുതിയതിനകത്തൊരു കഠോര കൊടൂര വില്ലനായിരുന്നോ? ഇല്ല, ഇങ്ങനെ ഒരാൾ തന്നെ. കാരണം നമ്മളൊരു ഇപ്പം ഞാനിപ്പം 4 സ്ക്രിപ്റ്റ് മാത്രമായിട്ട് എഴുതിയത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു മാസ് സിനിമ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആ സോ കോൾഡ് ജോണറിലേക്കുള്ളൊരു അറ്റംപ്റ്റാണ്. അപ്പം കൊടൂര വില്ലൻ നമുക്ക് ആളുകളെ വെട്ടിമുറിച്ച് ഫ്രീസറിലാക്കി കാണിക്കുക, അത്തരം സിനിമകൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, ഡാർക്ക് സിനിമകൾ. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ വൈശാഖിന്റെ അത് വൈശാഖിന്റെ ആ മാസ് എന്ന് പറയുന്ന മാസ് എന്റർടൈനർ എന്ന് പറയുന്ന സാധനത്തിലേക്ക് അത്ര ഡാർക്ക്നെസ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നാലും ആ ട്യൂണ ഫാക്ടറിക്കുള്ളിൽ സംഭവിച്ചതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസ് പടത്തിൽ നിന്നും അതൊരു ഡാർക്ക് സിനിമയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വരുവാണ്. അപ്പൊ അത്രയും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത്. കാരണം ഫാമിലിയൊക്കെ ഒരുപാട് വരാൻ നമ്മൾ ആ മാറ്റർ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കൊലപാതകം നടക്കുന്നു എന്ന് പറയുന്ന മാറ്ററാണ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ഒക്കെ എടുക്കാം. നമ്മുടെ ലക്ഷ്യം ഒരു PG-13 എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുക, കുട്ടികൾക്ക് കാണാവുന്ന ഒരു സിനിമ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അത് നമ്മൾ അതേ വിഷയം തന്നെ വേറെ രീതിയിൽ എടുക്കുന്നവരുണ്ട്. വയലൻസ് കൂട്ടിയെടുക്കാം. നമ്മളെ സംബന്ധിച്ച് വളരെ ലൈറ്റായിട്ട് കാര്യം മനസ്സിലാവുക. ഇയാളൊരു ക്രൂരനായ വില്ലനാണ്. നോർമലി ആൾക്കാർ ആരും എങ്ങനെ കൊന്ന് എൻജോയ് ചെയ്യുന്നില്ലല്ലോ. ഇയാൾ ഇത്തിരി വട്ടുള്ള ഒരാളാണ് നമുക്ക് കാണിക്കാൻ പറ്റുക എന്ന് മാത്രം ഉദ്ദേശിച്ചു. നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, മുഖത്ത് ആ സംഗതികളെല്ലാം ഉണ്ട്. ആക്ടറാണല്ലോ. അതെ, നല്ല ആക്ടറാണ്. ഇവരുടെയൊക്കെ അഭിനയമില്ലേ, ഇത് ആദ്യം ഇതിനകത്ത് കാണുന്ന സമയത്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു ഗുമ്മുണ്ടാവും. ഇത് സംഗതി ജോറാവും എന്ന് തോന്നില്ല. എഡിറ്റർക്ക് ആ വിഷയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഒരു സാധ്യത ഉണ്ടാവും. ആ സാധ്യതകളൊക്കെ കാണുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷമില്ലേ, ആ സന്തോഷം എത്രത്തോളം അനുഭവിക്കാൻ പറ്റി? തുടങ്ങിയൊന്നും പോലെ അവസാനം അവന് മിക്കവാറും പേടിയായിരുന്നു. ഇതിനകത്ത് മമ്മൂക്കയുടെ ഫേസ് ഒക്കെ മാറി ദേഷ്യം വരുമല്ലോ, അവന് പേടി വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ മമ്മൂക്ക മാത്രം പേടിച്ചപ്പോ നമുക്ക് ജോസിന് പേടിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ക്യാരക്ടറിൽ കയറി കഴിഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ DCP ഓഫീസിലൊക്കെ ഉള്ള സീനിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കുക, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇങ്ങനെ നോക്കിങ്ങനെ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ജോസിനെ പേടിയാണ്. പിന്നെ ഈ പറഞ്ഞവര് ചില സമയത്ത് നിന്ന് പോകുമ്പോൾ വിഷമമാവാറുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്ക് പെട്ടെന്നൊക്കെ ഒന്ന് നമ്മൾ ഫൈറ്റ് ഒക്കെ ചെയ്തെന്ന് ഡാൻസ് കളിക്കുന്ന പോലെയാണ്. നമുക്കിവിടെ കൂടെ ഹാൻഡിലൊക്കെ ചെയ്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം നമുക്ക് കാണാത്ത രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. പുതിയതായിട്ടാണ് അത്. നമ്മൾ ഇതുവരെ അങ്ങനെ ചാടി ആരും ഇടിക്കുന്നത് കണ്ടിട്ടില്ല, ഇതുപോലെ നടന്നു പോയി ആൾക്കാരെ ഇടിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഇത് പുതിയതായിട്ട് എല്ലാവരും കാണുന്ന പോലെ തന്നെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളും ടർബോ ചാർജഡ് ആയിട്ട് തന്നെയാണ് സെറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു കാര്യം സമയത്ത് ക്ലിയർ ചെയ്തോട്ടെ. കാരണം ഒരുപാട് പേര് ഈ ഫേസ്ബുക്കിൽ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ ഫുള്ള് റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. റോബോട്ടിക് ക്യാമറ വെച്ചിട്ടാണ് ഫുൾ ചെയ്തിരിക്കണേ ഉള്ള പരിപാടിയിലാണ് എല്ലാവരും അതിനെക്കുറിച്ച് നമ്മൾ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചിട്ടേ ഇല്ല.
അതെല്ലാം ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഈ റോബോട്ട് ഓടിയെടുത്താണ്. ഈ റോബോട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റോബോട്ടിക് ക്യാമറ ഉപയോഗിച്ചിട്ടില്ല. ഓരോ ദിവസം ഓരോ റോബോട്ടുകളാണ് റോബോട്ട് എന്നുണ്ടെങ്കിൽ ചില ദിവസം ഗിംബൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സുധീർ ആയിരിക്കും റോബോട്ട്. നമ്മളതിനെ അവൻ ഷോട്ട് എടുക്കുകയും ഷമീർ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ട് ആ ഷോട്ടും എഡിറ്റും തമ്മിലുള്ള ഒരു സിംഗിൽ നിന്നാണ് നമുക്കിത് റോബോട്ടിക് തോന്നുന്നത്. അപ്പം ഞാനത് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ആൾക്കാർ ഇപ്പം അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയാണ്. നമുക്കാണെങ്കിൽ 10-20 ദിവസം ഫൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാ ദിവസം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ആദ്യമേ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചു. അത് നമ്മൾ പക്ഷേ ആക്ഷൻ അല്ല ഉപയോഗിച്ചത്. അത് നമ്മളെ ഡബിൾ ഷോട്ട് എടുക്കാൻ വേണ്ടി ഈ ഒരേ സ്ഥലത്ത് 2 ക്യാരക്ടേഴ്സ് നിൽക്കുന്ന ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് സിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. ശരിക്കും നമ്മൾ ആക്ഷൻ മൊത്തം റോബോട്ടിക്കിൽ എടുക്കണം. പക്ഷെ നമ്മളത് ബഡ്ജറ്റ് കൺസേൺ ആയതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പ്രൊഡക്ഷൻ പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ അത് വേണ്ടാന്ന് എടുക്കാൻ പറ്റും. സമയവും നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ നമ്മളത് വേറെ വഴിയിൽ അച്ചീവ് ചെയ്യാണ് ചെയ്തത്. അത് നന്നായിട്ടോ. ഈ മനുഷ്യൻ എന്തൊക്കെ വെട്ടിക്കളഞ്ഞു? ചില ഷോർട്സ് ഒക്കെ കാണിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? അതൊക്കെ ഉള്ളിലായി പോയില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വെട്ടി പോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള മാത്രമേ അതെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, പോലീസ് സ്റ്റേഷനകത്തുള്ള സാധനം. പക്ഷെ അതിലൊരു സാധനം എന്ന് പറയാൻ തോക്ക് അധികം ഉപയോഗിക്കാത്തത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. തോക്കൂടെ വേണമായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനകത്ത് നമ്മളൊരു ക്രൈം നടക്കുമ്പോൾ അവർ ഓൾറെഡി തന്നെ ട്രെയിൻഡ് ആണ്. നമ്മൾ ഓരോ ഫൈറ്റിനും ഓരോ രീതിയിലാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഫൈറ്റിൽ നമ്മൾ ഉദ്ദേശിച്ചത് പ്രോപ്പർട്ടികൾ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുന്ന ഒരു മൂഡാണ് അതിനെ പിടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു ഫൈറ്റ് പോലെ വേറൊരു ഫൈറ്റ് വരാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഓരോ ഫൈറ്റിനും ഓരോ സ്വഭാവം ഡിസൈൻ ചെയ്തു. അപ്പോൾ ആ ഫൈറ്റിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന എലമെന്റുകൾ വെച്ചിട്ട് അടിക്കുന്ന ഒരു രീതി എന്നുള്ള പരിപാടിയിലാണ് ആ ഫൈറ്റ്. അപ്പൊ അത് ആ തോക്ക് വെച്ച് പുള്ളി എടുക്കുന്ന, പുള്ളി തോക്ക് ഉപയോഗിക്കുന്ന ആളല്ലല്ലോ. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഡയലോഗ് തന്നെ പറഞ്ഞു. ഇദ്ദേഹം നീ പറഞ്ഞ പോലെ കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് കുറകെടുത്ത് തോളത്തിട്ട് നടന്നു പോകുന്ന ആളാണെന്നൊരു ഡയലോഗ് പറഞ്ഞത് ഇയാൾ തോക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി മിഥുൻ എഴുതിയതാണ്. അപ്പൊ ഇയാൾക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാം. ഇയാൾക്ക് അങ്ങനെ ആരെയും വെടിവെച്ച് ക്ലൈമാക്സ് ഫൈറ്റിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം അത് വേറെ നിർവാഹമില്ലാതെയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്ക് ആരെയും കൊല്ലണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല, അവർക്ക് കൊല്ലണമെന്നില്ല. അപ്പൊ ഈ സംഭവത്തിൽ ഈ ഗണ്ണ് ഉപയോഗിച്ച് ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഗണ്ണ് ഉപയോഗിച്ച് വെടിവെക്കുന്ന കാരണം ജോസ് ഒരു കൊലപാതകിയല്ല, ആൾക്കാരെ കൊന്നിട്ട് പോകണമെന്ന് പറയുന്ന ഒരു താല്പര്യമുള്ള ആളല്ല. ക്ലൈമാക്സ് ഫൈറ്റിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്നത്. അടുത്ത വയലന്റ് കഥാപാത്രം വന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ജോണർ അതാണോ? അതെ, അടുത്തത് ആടുത്രിയാണ്. ഞാനൊന്ന് ചെയ്യുന്നത്. അതെ, അതിനുശേഷം എന്താണെങ്കിലും വരും. ഡാർക്കിലേക്ക് തന്നെ ഒന്നും കൂടെ പോകും. എനിക്ക് ഈ ആൻമരിയ കലിപ്പിലാണ് അല്ലെ പൂമ്പാറ്റ ഗിരീഷിലെ ആ ക്യാരക്ടറിന്റെ പേര്. അയാൾക്ക് മറ്റേ ക്യാരക്ടറും സാത്താൻ സേവിയർ ആടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും പൂമ്പാറ്റ ഗിരീഷ് എന്ന് പറയുന്ന പേരില്ലേ, അതേപോലൊരു ടോണിലൊരു പടം മിഥുൻ കുറച്ചുകൂടെ ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അതെ, ചെയ്യണമെന്ന് ആക്ച്വലി ഞാൻ ഈ ആർക്കിലൊക്കെ എഴുതുമായിരിക്കും. എനിക്കിനി അങ്ങനെ ഒരു സ്വന്തമായിട്ട് ചെയ്യില്ല, ഒരു ഡയറക്ഷൻ അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ജോണറിലേക്ക് എനിക്ക് വലിയൊരു ആഗ്രഹം ഇപ്പം ഇല്ല. എനിക്കിനിപ്പം ആടുത്രി ഒരു വലിയ പരീക്ഷണം പോലെ വരാൻ പോകുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ പല ടൈപ്പിൽ ചെയ്തു പോകാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഫീൽ ഗുഡ് പടം ആൻമരിയ ചെയ്തു, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ തൽക്കാലം അവിടെ നിൽക്കുന്നത് ഞാൻ ആർക്കും എഴുതി കൊടുക്കാന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ഇനിയൊരു ഡയറക്ഷൻ ഉടനെ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഈ ആട് ഫസ്റ്റ് സത്യത്തിൽ തിയേറ്ററിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഗപ്പിയോ ആ സമയത്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. എന്നിട്ട് പക്ഷേ മിഥുൻ രണ്ടാമത്തെ ആട് 2 കൊണ്ടുവരുമ്പോൾ ആട് ഫസ്റ്റിന്റെ ക്രാഫ്റ്റ് അല്ല ആട് 2-ൽ പിടിച്ചിരിക്കുന്നത്. കമേഴ്സ്യൽ സക്സസിന് വേണ്ടി തന്നെ അത് ചെയ്തതാണ്. അതൊരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു സാധനം, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അത് ഇടിച്ച് കയറി ശരിക്കും ചെയ്തതാണ്. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആട് 1 ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ്, ഞാനത് സംവിധായകന് വേണ്ടി ചെയ്ത സിനിമയാണ്. ആട് 2 ഉറപ്പായിട്ടും കൊമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടി ബോക്സ് ഓഫീസിന് വേണ്ടി ചെയ്ത സിനിമയാണ്. പക്ഷെ ആട് ഫസ്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതിൽ തന്നെ അടുത്ത പടം ചെയ്യണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഒരുപാട് മാറി, നിങ്ങളൊക്കെ ഒരുപാട് മാറ്റി. അതെ. അപ്പം ആട് 3 ഏത് ജോണറിലായിരിക്കും പ്ലേസ് ചെയ്യാം? ആട് 3 ബോക്സ് ഓഫീസിന് വേണ്ടി വരാൻ പോകുന്ന ഒരു വലിയ സിനിമയാണ്. അതിനകത്ത് പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാവും, അത് ശ്രമിക്കുന്നുണ്ട്.
അത് ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ ആള് ഫസ്റ്റിൽ നിങ്ങളുടെ ക്രാഫ്റ്റ് ശരിക്കും മനസ്സിലായത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ക്രാഫ്റ്റിൻ്റെ പേരിൽ ഇപ്പം നമ്മൾക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിരൂപകർക്കിടയിലോ ഒക്കെ കൈയടി കിട്ടിയിട്ട് നമ്മുടെ പടം ബോക്സ് ഓഫീസിൽ വീണ് പോയി കഴിഞ്ഞാൽ നമ്പേഴ്സ് കളക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് കാര്യം? അതാണ് വലിയ വിഷയം. അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ എനിക്കിപ്പം കുറച്ച് വിമർശനങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ പോരാന്നൊക്കെ വന്നാലും എൻ്റെ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം. ഐ വർക്ക് ഫോർ ദ നമ്പേഴ്സ്. കാരണം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, വ്യവസായമാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും ലാസ്റ്റ് നമുക്ക് ഒരുപാട് നിരൂപക പ്രസിദ്ധി നേടിയ സിനിമകളുടെ സംവിധായകനായി അറിയപ്പെടുന്നതിനേക്കാൾ നമ്മൾ ഈ വ്യവസായത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്പേഴ്സ് മാറ്റർ. ഒരു പ്രശ്നമാണ്. വൈശാഖിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു. മജീദിയുടെ ഈ ചിൽഡ്രൻസ് ഹെവൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വൈശാഖിനോട് സംസാരിച്ചിട്ട് പോയി കണ്ടത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പടമാണ്, പാർവതി തിരുവോത്തിന്റെ. ഉള്ളൊഴുക്ക് കാണുന്ന സമയത്ത് ഞാൻ വൈശാഖിനെ ആലോചിച്ചു. കാരണം എന്ന് വെച്ചാൽ ആ പടം കമേഴ്സ്യലൈസ് ചെയ്യാവുന്ന തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഇത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു തരത്തിൽ ഇതേ സാധനം സബ്ജക്റ്റിന് വരും. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മീറ്ററിൽ ചെയ്യണമെന്നുള്ളത്. പക്ഷെ നമ്മൾ പലതരത്തിൽ ആഗ്രഹിക്കും ഒരു ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ. അങ്ങനെ ഒരു വർക്ക് ചെയ്യുമോയെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുക. ചെയ്യില്ല, തൽക്കാലമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ, എൻ്റർടൈൻമെൻറ്റ് സിനിമകളിൽ തന്നെ ഫോക്കസ് ആയി വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ്, ഉറച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഉറപ്പിച്ചു പോകും, നിങ്ങളെല്ലാവരും കൂടെ നിൽക്കും. എന്താ പറയുക, ആദ്യത്തെ സിനിമ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്രാഫ്റ്റ് ഉണ്ടായിട്ട് തിയേറ്ററിൽ വീണ് പോയിട്ട് നമ്മൾ അനുഭവിച്ചൊരു വിഷമമുണ്ട്. അപ്പോൾ അത് ഈ വ്യവസായത്തിൽ നിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ റവന്യൂ, തിയേറ്ററുകളുടെ നിലനിൽപ്പ്, എൻ്റർടൈൻമെൻറ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് സിനിമയും ചെയ്യാൻ കഴിയണ്ടേ? സിനിമ വിജയിച്ചാൽ മാത്രമേ അടുത്ത സിനിമ ചെയ്യാൻ പറ്റൂ. മിഥുൻ പറഞ്ഞ പോലെ ആ സമയത്ത് തന്നെ വിജയ് ബാബുവിനെ കാണുന്ന സമയത്ത് ഇതേ സബ്ജക്റ്റ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇത്രയും നല്ലൊരു സിനിമ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ടീമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് മിസ്സിങ് എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്രിസ്റ്റോ വന്നിട്ടില്ല, അതേപോലെ മേക്കപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. കമേഴ്സ്യലി സക്സസ് ആകുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടെയാണ്. അവരെ കൂടെ അഡ്രസ്സ് ചെയ്യും. പ്രത്യേകിച്ച് ക്രിസ്റ്റോ ചില സ്ഥലങ്ങളിലൊക്കെ കൊടുത്തേക്കുന്നത്. ഞാൻ ക്രിസ്റ്റോയോട് സംസാരിച്ചിരുന്നു. അതിൻ്റെ എൻഡിൽ വരെ കൊടുത്ത ചില സാധനങ്ങൾ, അതായത് എൻഡ് ടൈറ്റിൽ പോകുമ്പോൾ കൊടുത്ത സാധനം കുറച്ചുകൂടെ മുമ്പേ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാം. ക്രിസ്റ്റോ ഭയങ്കര, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ അല്ലേ, ആദ്യം നമുക്ക് ഈ സിനിമ ഇഷ്ടമാവണം. ഇഷ്ടമായിട്ട് വർക്ക് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറും ജോബിന് ഒരു ചെയ്യുന്നു അല്ലേ എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ക്രിസ്റ്റോയ്ക്ക് ഫസ്റ്റ് അയാൾ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ടാണ് അയാൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അയാൾ ആ സിനിമ കണ്ട് അയാൾക്ക് സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റൻ അതായത് നിനക്ക് വർക്കായോ? അങ്ങനെ വർക്കായി, ഇതെനിക്ക് പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടവും ആഗ്രഹവും കൊണ്ടാണ് അയാൾ ആ സിനിമ ചെയ്യാനായിട്ട് വന്നത്. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സ്വഭാവത്തിലുള്ള മ്യൂസിക്കാണ് ഞാൻ ആവശ്യപ്പെട്ടതും പുള്ളി ചെയ്തതും. കാരണം നമുക്ക് ആ ഒരു പുതിയ രീതിയിലേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് എടുക്കണം. അത് എടുത്തിട്ട് ഇമ്മീഡിയറ്റ് അതിൻ്റെ ഒരു വേർഷൻ അയാളുടെ ഐഡൻറ്റിറ്റിയിൽ തരാൻ പറ്റണം. ഇപ്പം നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ വേറൊരു അയാളുടേതല്ലാത്തൊരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ സിനിമയെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നതിൽ ഇപ്പം ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടെ BGMs വേറെ രീതിയിൽ വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ അയാൾക്ക് അയാളുടേതായ ഒരു തീരുമാനമുണ്ട്, അത് കൊള്ളാം എന്നുള്ളത്. അപ്പം നമുക്ക് പക്ഷെ അത് ചെയ്ത് കാണിക്കുമ്പോൾ ഗംഭീരമാണ്. വളരെ ഫാസ്റ്റായി തന്നെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന സാധനങ്ങൾ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു ബ്രാൻഡ് കൊച്ചു പയ്യനാണ്. ചെറിയ കുട്ടിയാണ്. ഇനിയും ഒരുപാട് കാലം മികച്ച രീതിയിൽ മ്യൂസിക് കമ്പോസറായി നിൽക്കാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു അപ്കമിങ് ടെററാണ്. അതെ അതെ, തീർച്ചയായിട്ടും. മമ്മൂക്കായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞേനെ. അതെ അതെ, അല്ല മമ്മൂക്കയാണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത്. കാരണം ഈ ഭ്രമയുഗത്തിൽ കണ്ടിട്ട് ആ സമയത്ത് മമ്മൂക്കയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ മീറ്റ് ചെയ്തത്. പിന്നെയുള്ളത് പ്രോസ്തറ്റിക് മേക്കപ്പും സാധാരണ മേക്കപ്പും. അത് ഈ പറഞ്ഞ പോലെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീം ഇതിനകത്ത് എല്ലാ സെക്ഷനിലും ഉണ്ടായിരുന്നു. കാരണം ഈ ക്യാരക്ടർ, ഓരോരുത്തരുടെയും ക്യാരക്ടർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു.
മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ആയാലും അവർ അവരുടെ ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. പിന്നെ നമ്മുടെ മുത്ത് ഫീനിക്സ് ഫീനിക്സ് പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചില സമയത്ത് സങ്കടം തോന്നും, ചില സമയത്ത് അഭിമാനം തോന്നും. നമുക്ക് പറഞ്ഞല്ല ക്യാമറ വന്നപ്പോൾ ക്യാമറ വന്നപ്പോൾ കൂടെ വന്നതാ പുള്ളി. ക്യാമറ വന്നപ്പോഴും അല്ല, റിഹേഴ്സൽ ക്യാമ്പ് മുതലുണ്ട്. റിഹേഴ്സൽ ക്യാമ്പ് മുതൽ അപ്പോൾ പുള്ളിക്ക് ഒരുപാട് സിനിമകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പടം. അപ്പോൾ ഇങ്ങനെ പുറകെ നടക്കും. ഏതെങ്കിലും ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ മൈൻഡ് ചെയ്യില്ല, ഇവിടുന്ന് പോയി അവിടെ ചോദിക്കും, അവിടുന്ന് മൈൻഡ് ചെയ്യില്ല, ഇങ്ങോട്ട് വിടും, ഇവിടെ വന്നത് മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഇങ്ങനെ ഈ ഒരാളായിട്ട് ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിട്ടൊന്നുമല്ല, ഒരു AD ആയിട്ട് ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. മറ്റു കാര്യങ്ങൾക്ക് മറ്റു ജോലികളെല്ലാം ചെയ്തുകൊണ്ട് ഫുൾ പടത്തിന് കൂടെ നിന്നുള്ള റിഹേഴ്സൽ മുതൽ കൂടെ നിന്നുള്ള പണി തുടങ്ങി കഴിഞ്ഞാൽ വൈശാഖിനോട് റെസ്റ്റ് എടുത്തോളം പറയുമോ, അതെ കൂടെ നിന്ന് ചെയ്യിക്കും? അവിടെ ഇടയ്ക്ക് ഗ്യാപ്പിനൊക്കെ പോകുന്നല്ലാതെ എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി വല്ല പരിപാടികൾ ചെറിയ 2 ദിവസം വർക്ക് 3 ദിവസം വർക്ക് എന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ കിളി പറന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പേരിലുണ്ട് ഒരു കിളി, ഫീനിക്സ്. അപ്പൊ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പെട്ടെന്ന് പറഞ്ഞത് നമ്മളെ ഈ ചേസ് എടുക്കുന്ന സമയത്ത് രാത്രികൾ മുഴുവൻ ഷൂട്ടാ എന്ന് വെച്ച് പകല് ഷൂട്ടില്ലാതില്ല, പകല് വേറെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ പകല് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് രാത്രി വെളുപ്പാങ്കാലം വരെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കിളി പോയി. അപ്പോൾ 8-9 ക്യാമറകളുണ്ട്, അതവിടെ വെക്കും ഇതിവിടെ വെക്കും എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയാ ക്യാമറ ഇരിക്കണേന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പോൾ പറഞ്ഞു അല്ല വിഷ്ണു വന്നിട്ട് 4 ക്യാമറ പറഞ്ഞിട്ട് വിഷ്ണു ഇത് വെക്കണല്ലോ, ഇത് എവിടെയൊക്കെ വെച്ചിരിക്കുക, ഇത് എവിടെയൊക്കെയാ വെച്ചിരിക്കണേന്ന് അറിയില്ല. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ കണ്ട് മാറി നിന്ന് ഇവര് എന്താണ് തമാശ പറഞ്ഞു. അങ്ങനെയല്ല, ഈ ശരിക്കും 6 മണിക്ക് ഷൂട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇന്നും തുടങ്ങാൻ പറ്റുന്നത് രാത്രി 2 മണിക്ക് ആകുമ്പോഴാണ്. അപ്പൊ 2 മണിക്ക് ആകുമ്പോഴേക്കും വൈശാഖേട്ടൻ ടെൻഷനാവും, വന്നിട്ട് എല്ലാവരും ചീത്ത പറയും. ചീത്ത പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് വൈശാഖേട്ടൻ മാറിക്കും, കണ്ട പണി എടുക്കണ്ട പറയും. അപ്പൊ ഇവരെല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കും. അപ്പൊ പ്രഭു ആണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു ഇതൊക്കെ. അപ്പൊ പ്രഭു ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോമഡി അടിച്ചോണ്ടിരിക്കും. പ്രഭുവിനെ വന്നു എന്തോ ഒരു തമാശയായിട്ട് പ്രഭു ചിരിച്ചു. ഞാൻ വിളിച്ചു, ചിരിച്ചിട്ട് നടക്കുക. പ്രഭു നടക്കുന്ന സമയത്ത് പ്രഭു തന്നെ പറയാ ചിരിക്കാതെ പ്രഭു സ്വയം പറഞ്ഞു. ഞാനിങ്ങനെ അതായത് അവരെല്ലാം ചിരിച്ചോണ്ട് കൂട്ടത്തിൽ ചിരിക്കുന്ന എന്തോ തമാശ ചിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു. അവൻ തിരിച്ചു നോക്കിയപ്പോ എന്നെ കണ്ടു. അപ്പൊ ഞാൻ എന്നാണ് പ്രഭു എന്ന് ചോദിച്ചു. അപ്പൊ എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് വന്നിട്ട് അത് ഞാൻ പറഞ്ഞില്ല. ആ ചേസ് ഞാനവിടെ ഫസ്റ്റ് ഡേ ചെന്നപ്പം ആ ചേസ് എടുക്കാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും വെച്ചു. ഞാനാണ് എടുക്കുന്നത്, നടക്കില്ല. ഞാൻ പറഞ്ഞു നടക്കില്ല. ഇവരൊക്കെ ആ സ്ഥലത്തൊക്കെ ആ തമിഴ്നാട്ടിൽ കിടന്നിട്ട് ആ പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു നടക്കൂല. അങ്ങനെ ഈ പറഞ്ഞ പോലെ 4 ക്യാമറയും ഫീനിക്സ് പ്രോ വണ്ടികളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ആ ചേസ്. അതുകൊണ്ടാണ് അതിന് ക്വാളിറ്റി ഉള്ളത്. കാരണം ആലോചിക്കണം, അത്രയും തിരക്കുള്ളൊരു നഗരം, പല റോഡുകളും ബ്ലോക്ക് ചെയ്ത് തരണം. അതൊക്കെ ഇവർ ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെന്താ വെച്ചാൽ ഇതിന് വേണ്ട എല്ലാ റിസോഴ്സസും നമുക്ക് വേറെ എവിടെയും പോകേണ്ടി വന്നിട്ടില്ല. നമുക്ക് സൗത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫൈറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളായ പോലും ഇപ്പോൾ അതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള. കാരണം നമുക്കൊരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഫൈറ്റ് മാസ്റ്റർ ആയാലും അതെ, നമ്മുടെ ആർട്ടിലായാലും അതെ, നമ്മുടെ ക്യാമറ സെക്ഷനിലായാലും എന്താണെങ്കിലും ഇതിന് വേണ്ട എന്ത് എക്യുപ്മെന്റ് വൈസാണ് എന്താണെങ്കിലും എല്ലാം കൂടിപ്പോയാൽ ചെന്നൈ വരെയോ നമുക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ. ആ ഒരു ഇത്രയും റിസോഴ്സസ് വെച്ചിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞൊരു ചിരിക്കാതെ എന്തായാലും പുള്ളി ചിരിക്കാത്തതിൽ നമുക്ക് പുള്ളി ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് മുമ്പ് വൈകാതെ കിട്ടി ഇവിടെ കരഞ്ഞിട്ടൊക്കെ പോയാൽ പുള്ളിയും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇനി ഒരുപാട് തിരക്കുകളിലേക്ക് പോകാൻ പോകുന്നു. ഇപ്പൊ തമിഴ് വൻ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വിക്രത്തിന്റെ കൂടെ ഒക്കെ ഉണ്ട്. പടം റിലീസ് ഫസ്റ്റ് ഞാൻ ഒന്നിച്ചിരുന്നതാണ്. കണ്ടു കഴിഞ്ഞ കെട്ടിപ്പിടിച്ചു. അതെ, സന്തോഷം. അതെ, പടം സക്സസ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. എന്തായാലും അങ്ങനെ തന്നെ തുടരട്ടെ, നമുക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.